ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്. ഓക്കെ, ഫസ്റ്റ്ലി we have discussing about what you mean by bank. So bank is a financial institution which engaged in banking business. ബാങ്കിങ് ബിസിനസ് എൻഗേജ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്? സോ ടു ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് this deposits or this money lent to those who are in need of it. ആർക്കാണ് പണം ആവശ്യമുള്ളത് അവർക്ക് പണം വായ്പ നൽകുകയും ചെയ്യും. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പണം ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ പണം എന്ത് ചെയ്യുന്നു? ആർക്കാണോ പണം ആവശ്യമുള്ളത് അവർക്ക് വായ്പയായി നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. സോ ഇൻ ഇന്ത്യ, so the banking companies are governed by the Banking Regulation Act 1949. Okay, 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും ഗവേൺ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഒരു ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത്? അതിൻ്റെ സോഴ്സസ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻസസ്, ഇത്രയും പാർട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 29, എ ബാങ്കിങ് കമ്പനി ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദ ഇയർ. നോർമലി ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ മറ്റു ബിസിനസ് സ്ഥാപനങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ബാങ്കിങ് കമ്പനിയും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 29, എ ബാങ്കിങ് കമ്പനി ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദ ഇയർ. അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ബാങ്കിങ് കമ്പനിയും അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഈസ് ആൾസോ പ്രിപ്പയർഡ് ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇപ്പോൾ ബാങ്കിങ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ ബാങ്കിങ് കമ്പനിയും അതിൻ്റെ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് എന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ ബാങ്കിങ് കമ്പനി. ഒരു ബാങ്കിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ബാങ്ക് എന്ത് ഉണ്ടാക്കുന്നത്, ആ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബാങ്കിങ് കമ്പനി ഈസ് പ്രിപ്പയർഡ് ഇൻ വെർട്ടിക്കൽ ഫോം. വെർട്ടിക്കൽ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാങ്കിങ് കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോം ബി of the third schedule of the Banking Regulation Act 1949 is to be used to prepare profit and loss account. Indian Banking Regulation Act 1949 ഷെഡ്യൂൾ 3 പ്രകാരം ഫോം ബി എന്നുള്ള ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാങ്കിങ് കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിനെ പറയുന്ന പേരാണ് ഫോം ബി. ഈ ഫോം ബി എന്നുള്ള ഫോർമാറ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാങ്കിങ് കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഇനി ആ പർട്ടിക്കുലർ ഫോർമാറ്റ് പ്രകാരം, വെർട്ടിക്കൽ ഫോമിലുള്ള ആ പർട്ടിക്കുലർ ഫോർമാറ്റ് പ്രകാരമാണ് ഒരു ബാങ്കിങ് കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. നോക്കാം ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്.